നമസ്കാരം പ്രിയമുള്ളവരെ. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് ചരിത്ര വിജയം നേടിത്തന്നുവെന്നാണ് ചില ബി നേതാക്കന്മാരൊക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ 2021 അതായത് ഇതിന് തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 12.4% വോട്ടായിരുന്നു. 2026 ആകുമ്പോൾ 14.2% വോട്ട്, അതായത് 1.2-3% വോട്ടിൻ്റെ വർധന ഉണ്ടാകുന്നു എന്നതാണ്. വലിയ വർധനവൊന്നും വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്നില്ല. മാത്രമല്ല 2020 പോലെയുള്ള എറണാകുളം ജില്ലയിലെ പ്രബലമായ ഒരു ഘടകകക്ഷി മുന്നണിയിലെത്തുന്നുണ്ട്. എന്നിട്ട് പോലും വോട്ടിംഗ് ശതമാനത്തിലൊന്നും വലിയ വ്യത്യാസമുണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ 3 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ BJPക്ക് ചരിത്രത്തിലാദ്യമായി വിജയിക്കുവാൻ കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ആ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നേമം പരമ്പരാഗതമായി BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. മണ്ഡല പുനഃസംഘടനാ സമയത്തൊക്കെ BJPക്ക് അനുകൂലമായി വെട്ടിവെക്കപ്പെട്ട മണ്ഡലമാണ്. ലോക്സഭയിലും നിയമസഭയിലും അതുപോലെ കോർപ്പറേഷൻ ഇലക്ഷനിലുമൊക്കെ BJP വ്യക്തമായി മുൻകൈ നേടുന്ന മണ്ഡലമാണത്. ഒരുപക്ഷെ അവിടെ CPM നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി മുൻ മന്ത്രി ശിവൻകുട്ടിയായിരുന്നു. എന്നിട്ടും അവരോട് പരാജയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. കഴക്കൂട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് അവിടെ ഒരുപക്ഷെ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരിക്കൽ കൂടി കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും ഇത്ര വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും വെറും 428 വോട്ടുകൾക്ക് മാത്രമാണ് മുരളീധരൻ അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞത് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ 6.33% വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അധികം അവിടെ മുരളീധരൻ നേടിയിട്ടുണ്ട് എന്നത് അംഗീകരിക്കുന്നു. എങ്കിൽ പോലും ഇത്രയും വലിയ ആരോപണങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ജനകീയത നേരിടുവാൻ മുരളീധരന് കഴിയുമായിരുന്നില്ല. അദ്ദേഹം പരാജയപ്പെടുമായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ JS അഖിൽ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ പരിഗണിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിനും അവിടെ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. നമ്മൾ കഴക്കൂട്ട മണ്ഡലത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ 2011 അവിടെ 7508 വോട്ടുകൾ മാത്രമാണ് BJP സ്ഥാനാർത്ഥി പത്മകുമാർ നേടിയത്. ആ സ്ഥാനത്താണ് 2016 മുരളീധരൻ മത്സരിക്കാൻ വരുമ്പോൾ BJPയുടെ വോട്ട് വിഹിതം 42,732 വോട്ടുകൾ എന്ന നിലയിലേക്ക് ഉയർത്തുന്നത്. അതായത് കഴക്കൂട്ട മണ്ഡലത്തിൽ മുരളീധരന് ശക്തമായ സ്വാധീനമുണ്ട്. പക്ഷേ അത് കടകംപള്ളി സുരേന്ദ്രനുമായി തട്ടിച്ചു നോക്കുമ്പോൾ പരാജയപ്പെടുവാനായിരുന്നു മുരളീധരന് സാധ്യത. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ശബരിമല ഇഷ്യൂ വീണുകിട്ടി. അതിൻ്റെ ഒരു ആനുകൂല്യത്തിൽ മുരളീധരൻ വിജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി കഴക്കൂട്ടൽ മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ 2016 മത്സരിക്കുമ്പോൾ 2021 മത്സരിക്കുമ്പോൾ 29.06% വോട്ടുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. അതായത് മുരളീധരൻ മത്സരിക്കുമ്പോഴാണ് അവിടെ BJPക്ക് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് പിടിച്ചെടുക്കുവാനും കഴിഞ്ഞിട്ടുള്ളതെന്ന യാഥാർത്ഥ്യമുണ്ട്. മറ്റൊരു മണ്ഡലമായ നമ്മൾ ചാത്തന്നൂരിലേക്ക് വരികയാണെങ്കിൽ ചാത്തന്നൂരിൽ ഗോപകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി മികവിലാണ് BJP ആ സീറ്റ് വിജയിച്ചത് എന്നതാണ് വ്യക്തം. കഴിഞ്ഞ 2-3 ഇലക്ഷനായിട്ട് ഗോപകുമാർ ആ സ്ഥലത്ത് മത്സരിച്ചു വരികയാണ്. അദ്ദേഹം പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൻ്റെ വോട്ടുകളൊക്കെ ചേർന്നിട്ടാണ് അദ്ദേഹത്തിന് ഒരു വിജയം ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നിലനിൽക്കുന്നത്. അതായത് BJP നേടിയ 3 മണ്ഡലങ്ങളിൽ നിയമമൊഴിച്ച് മറ്റു 2 മണ്ഡലങ്ങളും അവിടെ രാഷ്ട്രീയ കാലാവസ്ഥകൾ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ BJPക്ക് അനുകൂലമായി രൂപപ്പെടുകയായിരുന്നു. സ്ഥാനാർത്ഥിത്വവും കഴക്കൂട്ടത്ത് വരികയാണെങ്കിൽ ശബരിമല ഇഷ്യൂവും ഒക്കെ അനുകൂലമായി വന്നതുകൊണ്ട് മാത്രമാണ് BJP ആ സീറ്റ് നേടുവാൻ കഴിഞ്ഞത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJPക്ക് ആ സീറ്റുകൾ നിലനിർത്തുവാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇനി BJP ഏറ്റവും കൂടുതൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ 2026 MN അശ്വനി എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും ഗ്ലാമർ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും അവിടെ 2.98% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കലക്ടർ മാഹിൻ്റെ ഭൂരിപക്ഷം 22,690 വോട്ടുകൾ എന്ന രീതിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 2021 അത് 12,901 വോട്ടുകളായിരുന്നു. അതായത് BJPയുടെ മറ്റൊരു ഗ്ലാമർ മണ്ഡലമായ എ ക്ലാസ് മണ്ഡലമായ കാസർഗോഡ് BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് വരികയാണെങ്കിൽ മഞ്ചേശ്വരത്തും BJPക്ക് 1.65% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ വെറും 845 വോട്ടുകൾ മാത്രമായിരുന്ന AK മഷ്റഫിൻ്റെ ഭൂരിപക്ഷം 29,252 ആയി ഉയർത്തിയിട്ടുണ്ട് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരെ. അതായത് മഞ്ചേശ്വരത്തും BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇനി ആറ്റിങ്ങൽ എടുത്താൽ BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു മണ്ഡലം ആറ്റിങ്ങൽ എടുത്താൽ അവിടെ സുധീർ 4.62% വോട്ട് 2021 ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 40,439 വോട്ടുകളായിരുന്ന അംബികയുടെ ഭൂരിപക്ഷം
13,000 കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആറ്റിങ്ങലിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. അതായത് കാസർഗോഡും മഞ്ചേശ്വരത്തുമൊക്കെ ബി ജെ പിയുടെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നൊരു വസ്തുത ഉള്ളപ്പോൾ തന്നെ ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ വോട്ട് ഉയർത്തുവാൻ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടുണ്ട്. ബി ജെ പി ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച മണ്ഡലം എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ ബി ജെ പി ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരുവല്ല നിയമസഭാ നിയോജക മണ്ഡലം ആണ് എന്ന് പറയാം. അനൂപ് ആന്റണി എന്ന് പറയുന്ന ബി ജെ പിയുടെ ക്രൈസ്തവ മുഖം അവിടെ 30.61% വോട്ടുകൾ നേടി. അതാണ് ബി ജെ പിയുടെ ഏറ്റവും മികച്ച പ്രകടനം. 14.36% വോട്ടാണ് 2021 ഇലക്ഷനേക്കാളും അവിടെ അനൂപ് ആന്റണി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 2021 അശോകൻ കുളനട എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി വെറും 22,674 വോട്ടുകൾ മാത്രം നേടിയെടുത്താണ് 43,078 വോട്ടുകൾ അനൂപ് ആന്റണി നേടിയിട്ടുള്ളത് എന്നതാണ് വസ്തുത. അതായത് അനൂപ് ആന്റണിയാണ് ബി ജെ പിയുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് മധ്യ തിരുവിതാംകൂർ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുണ്ട് എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഒക്കെയും ബി ജെ പി നേതാക്കന്മാരെ കോൺഗ്രസ് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ കാര്യമെടുത്താൽ ബി ജെ പി 4.7% വോട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു സാന്നിധ്യം കൊണ്ടായിരിക്കാം. നേരത്തെ മത്സരിച്ച കൃഷ്ണകുമാറിന് അവിടെ 2024 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട കൃഷ്ണകുമാറിന് അവിടെ ബി ജെ പിക്കുള്ളിൽ തന്നെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതിന് പകരമായി ശോഭാ സുരേന്ദ്രൻ വന്നപ്പോൾ ഒരു എഫക്റ്റ് ആയിരിക്കാം 4.7% വോട്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പിക്ക് വർദ്ധിച്ചത് എന്ന ഒരു ചർച്ചയുണ്ട്. മറ്റൊന്നുകൂടിയുണ്ട്, അവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി അദ്ദേഹം സെലിബ്രിറ്റി ആണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്ര രാഷ്ട്രീയ ഇടങ്ങളൊരു സ്വാധീനം ഇല്ലായിരുന്നു, രാഷ്ട്രീയ സ്വീകാര്യത ഇല്ലായിരുന്നു എന്നൊരു ഘടകം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ബി ജെ പി അവിടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊന്ന്, ബി ജെ പിക്ക് പരമ്പരാഗതമായ വോട്ടുള്ള ബി ജെ പി നിലവിൽ ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും കോൺഗ്രസ് ലീഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ബി ജെ പി അവകാശപ്പെടുന്ന ഒരു വലിയ വിജയം ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. വോട്ടിംഗ് ശതമാനം പോലും 12.4 നിന്ന് 14.2, അതായത് വളരെ ചെറിയൊരു ശതമാനം വോട്ട് മാത്രമേ 2021 ഇലക്ഷനേക്കാളും 2026 ഇലക്ഷനിൽ വോട്ട് ബി ജെ പിക്ക് വർദ്ധിച്ചിട്ടുള്ളൂ. അതും 2020 പോലെയുള്ള ചില ഘടകകക്ഷികൾ വന്നതുകൊണ്ട് ആണ് എന്ന ഒരു ചർച്ചയാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ ഇടയിലൊക്കെ നടക്കുന്നത്. പക്ഷേ ബി ജെ പിക്ക് 3 സീറ്റുകൾ നേടുവാൻ കഴിഞ്ഞു. അത് ചില സീറ്റുകൾ ഒക്കെയും ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വന്നതുകൊണ്ട് മാത്രമാണ് എന്ന നിഗമനം നടത്തപ്പെടുകയാണ്. ബി ജെ പിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക ഇനിയും ദീർഘകാലം ഭരിക്കുന്നതിന് തടസ്സമായി നിൽക്കുമെന്ന് തന്നെയാണ് സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത്. ബി ജെ പിക്ക് ചിലപ്പോൾ പരമാവധി നേടുവാൻ കഴിയുന്ന സീറ്റുകൾ 2 or 3 ഒക്കെ തന്നെ ആയിരിക്കും എന്ന രാഷ്ട്രീയ വിശകലനം തന്നെയാണ് ഇതോട് ബന്ധിപ്പിച്ച് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.